കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം പത്രമാധ്യമങ്ങളിലൂടെ നൂറുകണക്കിന് കൊലപാതകങ്ങളും കുടുംബ കലഹങ്ങളും കലാപങ്ങളും അനുദിനം ഉള്ളുകൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ പത്രമാധ്യമങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആനുകാലിക സംഭവ വികാസങ്ങളെ വിലയിരുത്താൻ പ്രാപ്തിയും കഴിവുമുള്ള എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാം, 30 വയസ്സുള്ള ഒരു പ്രിയപ്പെട്ട ഭർത്താവ് 25 വയസ്സുള്ള ഭാര്യയുമായി ഉണ്ടായ കലാപമാണ് എന്റെ പ്രിയമുള്ളവരെ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. 8 വർഷത്തോളം അവർ പ്രേമത്തിലായിരുന്നു, 8 വർഷത്തോളം അവർ പ്രണയത്തിലായിരുന്നു. എവിടെയോ വെച്ച് കണ്ടുകൊണ്ടുടക്കിപ്പോയ സൗന്ദര്യം തന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചപ്പോ നഷ്ടപ്പെടുത്തി കളയാൻ ഒരുക്കമല്ലാത്ത പ്രിയപ്പെട്ട കാമുകൻ പരസ്പരം കത്തുകൾ കൈമാറി, മെസ്സേജുകൾ കൈമാറി, ഇഷ്ടങ്ങൾ പങ്കുവെച്ചു. ആദ്യം കണ്ടു, പിന്നെ സംസാരിച്ചു, പിന്നെ അടുത്തു വന്നിരുന്നു, പിന്നെ ഒരുമിച്ച് യാത്ര ചെയ്തു, പിന്നെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, പിന്നെ ഒരുമിച്ച് കിടന്നുറങ്ങി, പിന്നെ ഒരുമിച്ച് അനേകം ദിവസങ്ങൾ മാറി താമസിച്ചു. ജീവിതത്തിൽ ഒരിക്കലും പിരിയാൻ കഴിയാത്ത പ്രേമത്തിന്റെ മഹാവലയത്തിൽ ഈ പ്രിയപ്പെട്ട കാമുകനും കാമുകിയും കുടുങ്ങിപ്പോയപ്പോ കാമുകൻ തന്റെ കാമുകിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ആകാശലോകത്ത് 1000 പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നതിനേക്കാളും എന്റെ മനസ്സിന്റെ അകത്ത് ഞാൻ കൊടുക്കുന്ന സ്ഥാനം നിനക്കാണ് എന്ന് കാമുകിയോട് പറയുമ്പോ രോമാവൃതമായി പ്രിയപ്പെട്ട കാമുകി തന്റെ പ്രിയതമന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ഷാജഹാൻ എന്ന് പറയുന്ന പ്രേമനായകൻ തന്റെ പ്രേമഭാജനമായ പ്രാണപ്രേയസിയായ മുംതാസിന് വേണ്ടി താജ്മഹൽ നിർമ്മിച്ചു കൊടുത്തതിനേക്കാൾ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം നിങ്ങൾ എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നതാണ് എന്ന് ലോകം മുഴുവനും കയ്യിൽ കിട്ടുന്ന പ്രതീതിയോടുകൂടി വാക്കുകൾ പരസ്പരം കൈമാറുമ്പോ അവർ പരസ്പരം പറയുകയാ, മരിക്കുന്നത് വരെ മക്കളായി, മക്കളുടെ മക്കളായി, ചെറുമക്കളായി, എത്ര കൊല്ലം കഴിഞ്ഞാലും ജീവിതത്തിന്റെ ഉള്ളറയിൽ ഞാനും നീയും തമ്മിൽ ഒരിക്കലും പിണങ്ങുകയില്ല. അവൻ പറയുന്നു, എന്തൊക്കെ സംഭവിച്ചാലും, ലോകത്തെന്തൊക്കെ എന്തൊക്കെ നേടിയാലും, എനിക്കെന്തൊക്കെ വിപത്തുകൾ സംഭവിച്ചാലും എന്റെ പ്രിയപ്പെട്ടവനെ ഞാൻ എന്റെ ഉള്ളുകൊണ്ട് കൊടുത്തിരിക്കുന്ന സ്ഥാനത്തിന് ഒരംശം പോലും കുറവ് വരില്ല എന്ന തീരുമാനത്തോടെ കാമുകിയും വാക്കു പറയുകയാണ്. പ്രിയപ്പെട്ട പെണ്ണ് തന്റെ വീട്ടിൽ തന്റെ കാര്യം അവതരിപ്പിക്കുകയാ, എനിക്കൊരു ചെറുപ്പക്കാരനെ ഇഷ്ടമാണ്, അയാളോടൊത്ത് ജീവിക്കുന്നതിന് എന്റെ പ്രിയപ്പെട്ട മമ്മയും ഡാഡിയും എനിക്ക് അനുവാദം തരണമെന്ന് പറയുമ്പോ യാതൊരുവിധ കാരണവശാലും കുടുംബത്തിന്റെ സ്റ്റാറ്റസിന് ചേർന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട പെണ്ണിനോട് മാതാപിതാക്കൾ കയർന്ന് സംസാരിക്കുകയാണ്. ചെറുക്കനും അതുപോലെ സംസാരിക്കുമ്പോ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവരെയും എതിർക്കുകയാണ്. അവസാനം ഈ കാമുകനും കാമുകിയും കൂടി തീരുമാനമെടുക്കുന്നു. എന്ത് തീരുമാനമാ? എന്റെ മുമ്പിൽ ഇരിക്കുന്ന രക്തത്തിളപ്പുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്കൊക്കെ അറിയാം എന്ത് തീരുമാനമാണ് എടുക്കുക. ആരും ചോദിക്കാനും പറയുവാനുമില്ല. കുറെ കൂട്ടുകാരുണ്ടല്ലോ, എല്ലാ പിന്നാടിപ്പരത്തിനും കൂടെ നിൽക്കാൻ എവിടെയും കുറെ സുഹൃത്തുക്കൾ ഉണ്ടാകുമല്ലോ. അവര് പറഞ്ഞു, ധൈര്യമായി പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവാ, ആരാണ് ചോദിക്കാൻ, ആരാണ് ചോദ്യം ചെയ്യാൻ, എത്രയോ നേതാക്കന്മാരുമായി നമുക്ക് ബന്ധമുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് രജിസ്റ്റർ വിവാഹം നടത്തി. ആ നാട്ടിൽ നിന്ന് കുറച്ചകലേക്ക് മാറി ഒരു വിലപിടിപ്പുള്ള വാടക വീട്ടിൽ ആ പ്രിയപ്പെട്ട സഹോദരനും സഹോദരിയും വിവാഹിതരായിട്ട് 1ാമത്തെ രാത്രിക്ക് ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കുമ്പോ ലോകം മുഴുവനും മത്സരിച്ചു തോൽപ്പിച്ചെടുത്തതിന്റെ പ്രതീതിയായിരുന്നു ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മുഖത്ത്. ലോകത്തിന് ഒന്നും എനിക്ക് നേടാൻ ബാക്കിയില്ല. തന്നെ പ്രസവിച്ച മാതാവിന്റെ നെഞ്ചത്ത് ചവിട്ടി ഇറങ്ങി വന്ന 18 വയസ്സുള്ള 19 വയസ്സുള്ള ആ പ്രിയപ്പെട്ട പൊന്നുമോളെ മനസ്സിൽ തെളിഞ്ഞു വന്നത്, ലോകത്തിന് വേറൊന്നും എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല, എല്ലാം എനിക്ക് കിട്ടിക്കഴിഞ്ഞു, എന്റെ പൂർണ്ണമായ സന്തോഷം ഈ ദിവസത്തിലൂടെയാണ്. അങ്ങനെ തീരുമാനിച്ചു ജീവിതം തുടങ്ങി. എന്തൊരു സന്തോഷമാണ്! ഒരുമിച്ച് കുളിക്കുന്നു, ഒരുമിച്ച് വസ്ത്രമലക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് ഉറങ്ങുന്നു, ഒരുമിച്ച് ഉണ്ണുന്നു, ഒരുമിച്ച് യാത്ര പോകുന്നു, ഒരുമിച്ച് ചിരിക്കുന്നു, ഒരുമിച്ച് കരയുന്നു, ഒരുമിച്ച് ജീവിതത്തിന്റെ സുഖദുഃഖങ്ങൾ മുഴുവനും വാരിക്കൂട്ടി വെച്ച് സന്തോഷത്തിലും സന്താപത്തിലും ഒരുമിച്ച് ജീവിതം എന്ന് പറയുന്ന ചക്രത്തെ മുന്നോട്ട് നയിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര്, എല്ലാ കുടുംബ ജീവിതത്തിലും ഉണ്ടാകുന്നത് പോലെ ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലും ആ കുടുംബ ജീവിതത്തിലും ഉണ്ടാവുകയാണ്. ഭർത്താവ് സമയത്ത് വീട്ടിൽ വരാറായി, ഭാര്യ കാത്തിരുന്നിട്ട് മുഷിപ്പുണ്ടാക്കാൻ തുടങ്ങി. പരസ്പരം തർക്കങ്ങളായി, വഴക്കുകളായി, കാണങ്ങളായി, കലഹങ്ങളായി, കലാപങ്ങളായി. അവസാനം ഒരു കുഞ്ഞുകൂടി അതിലേക്ക് ജനിച്ചു വീണു. പക്ഷേ തന്റെ മനസ്സിന്റെ ഉള്ളിൽ 8 കൊല്ലം പ്രണയിച്ചപ്പോകുന്ന വാക്കുകളൊന്നും ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ലല്ലോ. 8 കൊല്ലം പ്രേമിച്ചപ്പോൾ പറഞ്ഞ വാക്കുകളൊന്നും തന്റെ ഭർത്താവ് തന്നോട് കാണിക്കുന്നില്ലല്ലോ. അന്ന് കത്തുകൾ എഴുതിക്കൊണ്ട് പറഞ്ഞ സ്നേഹത്തിന്റെ ഒരംശം പോലും വിവാഹം കഴിഞ്ഞ 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ എന്നോട് കാണിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ ഒരു ഭാഗത്തിരുന്നു കൊണ്ട് സന്തോഷം കളിയാടിയിരുന്ന മണവറയുടെ ഒരു മൂലയ്ക്ക്
ജീവശവം പോലെ താടിക്ക് കൈ കൊടുത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ വിഷമം ഒരു വിഷമായി മാറുകയാണ്, തർക്കം ഒരു കലാപമായി മാറുകയാണ്, അവസാനം പിണക്കം ഒരു വലിയ പകയായി മനസ്സിന്റെ അകത്ത് നിരണ്ടു പൊന്തിയപ്പോ ഭർത്താവ് തീരുമാനിക്കുന്നില്ല, ഇനി അവരുടെ കൂടെ നാണം കെട്ടി ജീവിക്കുന്നതിൽ അർത്ഥമില്ല. എന്റെ ഉമ്മയെ വെറുപ്പിച്ച, എന്റെ ഉപ്പയെ വെറുപ്പിച്ച, എന്റെ കൂടപ്പുറപ്പുകളിൽ നിന്ന് അകന്നു കഴിയുന്നതിന് എന്റെ മനസ്സിൽ സ്വാധീനം ചെലുത്തിയ, എന്റെ ജീവിതത്തിന്റെ എല്ലാ പിടിപാടുകളും നഷ്ടപ്പെടുത്തിയ, എന്റെ ജീവിതത്തിന്റെ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച അവരുമായി ജീവിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കി വിശലിച്ചമാര ബോധയേറിയ കടാരയും കൊണ്ട് തന്റെ പ്രിയതമ കിടന്നുറങ്ങുന്ന മണവറക്കകത്തേക്ക് കടന്നു വന്നിട്ട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ പിണനെ ക്രൂരമായ ഒരു കോഴിക്കുഞ്ഞിനെ അറുക്കുന്ന ലാഘവത്തോടെ വെട്ടിയിരുന്നിട്ട് തലയടയെടുത്തുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞോമനെ ആ മുഖത്തിലേക്ക് അമർപ്പിച്ചു വെച്ച ആ കുഞ്ഞിനെയും കൊണ്ടിട്ട് അവസാനം ഏതായാലും താൻ പോലീസ് സ്റ്റേഷനിൽ ജീവിച്ച് എരിഞ്ഞെരിഞ്ഞ് തീരുന്ന കരകാകുന്നതിനേക്കാൾ നല്ലത് ഈ സെക്കൻഡിൽ തന്നെ ജീവിതം അവസാനിപ്പിക്കലാണ് ഉചിതമെന്ന് മനസ്സിലാക്കിയിട്ട് ആ റൂമിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ടവര് തന്റെ ഭാര്യയുടെ സാരിയെടുത്ത് കഴുത്തിൽ ചുറ്റിയിട്ട് തൂങ്ങി നിന്നാടുന്ന ജഡപ്പയാണ് പിറ്റേന്ന് പ്രഭാതത്തിൽ ആ വാടക വീടിന്റെ പരിസരത്തുള്ളവർ കണ്ടുപോയതെങ്കിൽ 8 വർഷം കൊണ്ട് പറഞ്ഞ സ്വപ്നങ്ങളെവിടെ, 8 വർഷം കൊണ്ട് പറഞ്ഞ വാക്കുകളെവിടെ, വാരിപ്പുണർന്ന രാത്രിയുടെ നിശായാമങ്ങളിൽ പരസ്പരം പങ്കുവച്ച സ്നേഹത്തിന്റെ വിലപിടിപ്പുള്ള വാക്കുകളെവിടെ, താരകോടുകൾക്കിടയിലെ പൂർണ്ണചന്ദ്രനാണ് എന്റെ കാമിനിയായ പൊന്നുമോള് നീ എന്ന് പറഞ്ഞുകൊണ്ട് പുതപ്പിനടിയിലേക്ക് പടപ്പുള്ള രാത്രിയിൽ ഇടന്നു കയറുന്ന ഒരു വിസർപ്പത്തെ പോലെ സന്തോഷം പങ്കിട്ട് പോരാ ജീവിതത്തിനിടയിൽ സംഭവിച്ചു പോയതെന്താ, സ്നേഹം പങ്കിട്ട ജീവിതത്തിനിടയിൽ സംഭവിച്ചു പോയതെന്താ. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവരൊക്കെ ജീവിതത്തിന്റെ നായകന്മാരായി കണ്ടിരുന്നത് സിനിമാ മോഡലുകളെയാണ്, നോവലിന്റെ താരങ്ങളെയാണ്, എഴുത്തുകാരെയാണ്, കായിക താരങ്ങളെയാണ്, കലാകാരന്മാരെയാണ്. അവര് പറയുന്നത് പോലെയല്ലാതെ, അവര് ജീവിക്കുന്നത് പോലെയല്ലാതെ, അവര് വരച്ചു കാണിച്ചിരുന്നത് പോലെയല്ലാതെ, അവരുടെ ജീവിതത്തിന്റെ രസവും സുഖവും അവരെങ്ങനെയാണോ അനുഭവിച്ചത്, ആസ്വദിച്ചത്, അതുപോലെ എല്ലാവരും മറ്റൊരു ജീവിതം എനിക്കും വേണ്ടായെന്ന് തീരുമാനിച്ച് അതേ സ്റ്റൈലിലും അതേ രൂപത്തിലും അതേ ഭാവത്തിലും ജീവിക്കാൻ ഇറങ്ങി വന്ന ആ പ്രിയപ്പെട്ട നായകന്മാർക്ക്, നായികമാർക്ക് നൂറുകണക്കാരിങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട്. സിനിമാ ലോകത്തിന്റെ ചരിത്രം പഠിച്ചാൽ, സിനിമാ ലോകത്തിന്റെ ചരിത്രം പഠിച്ചാൽ ഈ അടുത്ത സമയത്ത് ഒരു പെൺകുട്ടിയുടെ സിനിമാ താരറാണിയുടെ സൗന്ദര്യവതിയായ കൊച്ചു പെൺകുട്ടിയുടെ നിക്കാഹ് നടന്ന തിരുവനന്തപുരം ജില്ലയുടെ ഓഡിറ്റോറിയത്തിന് മുന്നിൽ എന്റെ പ്രിയപ്പെട്ടവരെ പ്രഭാതം പൊട്ടിവിടുന്ന 8 മണിയായപ്പോ നട്ടമില്ലാത്ത, സംസ്കാരമില്ലാത്ത, ആദർശശുദ്ധിയില്ലാത്ത നൂറുകണക്കാരെ മുസ്ലിം ചെറുപ്പക്കാർ ആ ഓഡിറ്റോറിയത്തിന്റെ ഗേറ്റിന് മുന്നിൽ വട്ടം കൊണ്ട് നിൽക്കുകയാ. എന്തിനെന്നറിയോ, ആ ഓഡിറ്റോറിയത്തിന്റെ അകത്തുളത്തിലേക്ക് കടന്നു പോകുന്ന താരറാണിയുടെ വിവാഹത്തിൽ സന്തോഷമർപ്പിക്കാൻ കടന്നു പോകുന്ന വാഹനത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു സിനിമാ നടന്റെ മുഖമൊന്ന് കാണാൻ, ഒരു സിനിമാ നടിയുടെ മുഖമൊന്ന് കാണാൻ, ഒരു നായകന്റെ രൂപമൊന്ന് കാണാൻ, ഒരു സംവിധായകന്റെ മുഖമൊന്ന് കാണാൻ, എല്ലാം മറന്നുകൊണ്ട് കാത്തിരിക്കുന്ന ചെറുപ്പക്കാരുടെ പ്രേമം അവസാനം കൊണ്ടെത്തുന്നത് എവിടേക്കായി എന്റെ പ്രിയപ്പെട്ടവരെ? എല്ലാറ്റിലും നമുക്ക് അവരാണ് മാതൃക, എല്ലാറ്റിലും നമുക്ക് അവരാണ് മാതൃക, എല്ലാറ്റിലും നമുക്ക് അവരാണ് മാതൃക എന്ന് തീരുമാനിച്ചവരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. അങ്ങനെ കണ്ടവരെ നിന്റെ നേതാവായിട്ട് മുമ്പ് വെച്ചുകൊണ്ട് ജീവിക്കോ ഈ സമുദായത്തിന്റെ മുസ്ലിം ചെറുപ്പക്കാരൻ തീരുമാനിച്ചാൽ നിനക്കൊരു നല്ല സംഘാടകനാകാം, നിനക്കൊരു നല്ല പ്രഭാഷകനാകാം, നിനക്കൊരു നല്ല നേതാവാകാം, നിനക്കൊരു നല്ല സംഭാവന ചെയ്യുന്നവനാകാം, നിനക്കൊരു നല്ല ഗായകനാകാം, നിനക്കൊരു നല്ല നായകനാകാം, നിനക്കൊരു നല്ല അഭിനേതാവാകാം. പക്ഷേ നിനക്ക് സാധിക്കാതെ പോകുന്നതെന്താ? നിനക്ക് സാധിക്കാതെ പോകുന്നതെന്താ? ഒരു നല്ല കുടുംബനാഥനാകാൻ, ഒരു നല്ല കുടുംബനാകാൻ, നല്ല കുടുംബ നായകനാകാൻ നിസ്കാരപ്പെടുമ്പുള്ളവർക്ക് സാധിക്കാതെ പോകുന്നതെന്ത്? പള്ളിയുടെ പരിപാലന സമിതിക്ക് സാധിക്കാതെ പോകുന്നതെന്ത്? ദീനീ പ്രവർത്തനത്തിന്റെ മേഖലയിൽ എല്ലാം മറന്നുകൊണ്ട് ഓടിക്കട്ടപ്പെടുന്ന മുസ്ലിം സമുദായത്തിന്റെ നേതാക്കന്മാർക്ക് സാധിക്കാത്തതെന്ത്? ഞാൻ എന്റെ പ്രിയപ്പെട്ട കുടുംബത്തെ പൊന്നുപോലെ പോറ്റുന്നവനാണെന്ന് പരസ്യമായി വീമ്പിളക്കുമ്പോൾ തന്റെ ഭാര്യയോട് ചോദിച്ചാൽ ഏറ്റവും നല്ല ഭർത്താവാണ് എന്റെ പ്രിയപ്പെട്ടവനെന്ന് പറയാൻ നിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിക്ക് കഴിയാതെ പോകുന്നതെന്ത്? നമ്മുടെ മാതൃക മറ്റാരുമാണ്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എല്ലാ
എല്ലാം നമുക്ക് സമർപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ, എല്ലാം നമുക്ക് വിശദീകരിച്ചു തരുന്ന വിശുദ്ധ ഖുർആൻ, ഒരു വിശ്വാസിയുടെ ജീവിതം മുഴുവൻ അല്ലാഹുവേ ഏറ്റവും നല്ല മധുരമുള്ള ഭാഷ്യത്തിലൂടെ ഈ ലോകത്തിന് മുന്നിൽ സമർപ്പിച്ച പോലെ പരിശുദ്ധ ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഈ സമുദായത്തോട് പറഞ്ഞതെന്താ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ആ മുത്തായ തങ്ങളിൽ ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗമുണ്ട്, ഏറ്റവും നല്ല മാതൃകയുണ്ടെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ പറയുമ്പോ, നബിദിനം വരുമ്പോ എന്റെ പ്രിയമുള്ളവരെ പച്ചക്കൊടി കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് സലാത്ത് ചൊല്ലിയിട്ട് റോഡിലൂടെ നടന്നു പോകാൻ മാത്രമല്ല, ഒരു പ്രവാചകനെ ഈ സമുദായത്തിൽ അല്ലാഹു തന്നതെന്ന് തിരിച്ചറിയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് ബോധമുണ്ടാകട്ടെ, അല്ലാഹുവിന്റെ റസൂൽ എല്ലാ കാര്യത്തിലും മാതൃകയുണ്ട് പൊന്നുമോനെ, എല്ലാ കാര്യത്തിലും മാതൃകയുണ്ട് മോനെ. ഒരു നല്ല രാഷ്ട്രീയക്കാരനാകണമോ, ഒരു നല്ല രാഷ്ട്രീയക്കാരനാകണമോ അല്ലാഹുവിന്റെ റസൂലിലേക്ക് നോക്കുക, നിനക്ക് പഠിക്കാൻ കഴിയുന്നതാ. ഒരു നല്ല കച്ചവടക്കാരനാകണമോ, മദീനത്തേക്ക് സാധന സാമഗ്രികൾ കൊണ്ട് കച്ചവടത്തിന് പോയ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമോനെ, നിനക്ക് പാഠമുണ്ടടാ, നിനക്ക് പഠിക്കാനുണ്ടടാ. അല്ലാഹുവിന്റെ റസൂൽ നല്ല ഒരു പിതാവിനെ കാണണമോ, വീടിന്റെ വാതിൽ തുറക്കുന്ന ഫാത്തിമ എന്ന പൊന്നുമോൾ വാരിയെടുത്തുകൊണ്ട് പകരം ഉപ്പം കൊടുക്കുന്ന ലോകത്തൊരു പിതാവുണ്ടെന്ന് മക്കൾക്ക് കൊടുക്കാത്ത സ്നേഹം ഈ ലോകത്ത് സമർപ്പിച്ചിട്ട് പോലെ സ്നേഹനായകനെ നബി മുഹമ്മദ് മുസ്തഫ. എവിടെയാണ് മാതൃക നിനക്കില്ലാത്തത്? ഒരു നല്ല ഗുരുനാഥനെ കാണണമോ, അഹ്ലു സുഫത്തിന്റെ പിന്നയിൽ പട്ടിണി പാവങ്ങളായി അരമുണ്ടൊടുക്കാൻ നിവർത്തിയില്ലാതെ കടന്നു വന്ന മദീനയുടെ പിന്നയിൽ ഇരിക്കുന്ന പാവപ്പെട്ട സഹാബത്തിന്റെ മുന്നിലേക്ക് അല്ലാഹുവേ ഇതുപോലെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുത്ത ഗുരുനാഥന് ലോകത്ത് നമുക്ക് കാണാൻ പറ്റുമോ? ലോകത്ത് നമുക്ക് കാണാൻ പറ്റുമോ? അതുപോലെ തന്നെ ചെറുപ്പക്കാരാ, അതുപോലെ തന്നെ ചെറുപ്പക്കാരാ, ആയിഷയുടെ ഭർത്താവായ, ഹഫ്സയുടെ ഭർത്താവായ, സൗദയുടെ ഭർത്താവായ മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഖദീജ ബീവിയുടെ ഭർത്താവായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് കോഴിക്കോട് ജില്ലക്കാർക്ക് മാത്രമല്ല, മലബാറിന്റെ മക്കൾക്ക് മാത്രമല്ല, തെക്കൻ കേരളത്തിൽ മാത്രമല്ല, ലോകത്തെങ്ങോളം നിങ്ങളോടുള്ള മുസ്ലിം ചെറുപ്പക്കാരോ നിങ്ങളോട് പറഞ്ഞു തരികയാ, എങ്ങനെയാണടാ ഒരു നല്ല ഭർത്താവാകാറുള്ളതെന്ന്. സിനിമാ നടന്മാരെ